24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. മലപ്പുറം മുന്നിയൂർ സ്വദേശി റഷീദ് ചെമ്പനെ തിരൂരങ്ങാടി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, അറസ്റ്റ് എപ്പോഴുണ്ടാകും? മറ്റ് വിശദാംശങ്ങൾ. അനുജ, അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് തിരുരങ്ങാടി പോലീസ് പ്രതിയായിരിക്കുന്ന മൂന്നിയൂർ സ്വദേശി റഷീദ് ചമ്പൻ എന്ന് പറയുന്ന 38-കാരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ നിലവിൽ പുലർച്ചെ മൂന്നിയൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് സ്ത്രീകളെ അധിക്ഷേപിക്കൽ, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ദുരുപയോഗം, 24ന്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 24 ചീഫ് എഡിറ്റർക്കും കുടുംബത്തിനുമെതിരെ അധിക്ഷേപം നടത്തി എന്നുള്ള 24ന്റെ പരാതിയിലാണ് നിലവിൽ ഇയാൾക്കെതിരെ പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏതായാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള വ്യാജ പ്രചാരണങ്ങളും ഇത്തരം അധിക്ഷേപം നടത്തുന്നവർക്ക് കൃത്യമായ താക്കീതാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം അത്തരത്തിലുള്ള വ്യാജ പ്രചാരണം സോഷ്യൽ മീഡിയ നടത്തുകയും അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് 24 തന്നെ നിയമ നടപടിയിലേക്ക് കടക്കുകയും അതിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലും കാര്യങ്ങൾ പോയിരിക്കുന്നത്. സമീർ, ഇയാൾ സ്ഥിരമായി ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? അനുജ, ഇദ്ദേഹത്തിന്റെ ഇയാളുടെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിരവധി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വ്യാജ പ്രചാരണങ്ങളൊക്കെ തന്നെ പലതവണ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. നിലവിൽ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള രേഖകൾ വിശദമായ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പോലീസ് കണക്ക് കൂട്ടുന്നു. ഏതായാലും പ്രഥമ ദൃഷ്ടിയ തന്നെ വളരെ കൃത്യമായി തന്നെ പോലീസിന് നിലവിൽ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരം ഒരു അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളെ പൊതു ഇടത്തിൽ അപമാനിക്കുക, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, ഇന്റർനെറ്റിന്റെ ദുരുപയോഗം, ഇത്തരത്തിൽ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. അടുത്ത ഘട്ടത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഉച്ചയോടുകൂടി തന്നെ പോലീസ് കോടതിയിലും ഹാജരാക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഈ റഷീദ് എന്ന് പറയുന്ന 38-കാരനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി തിരുരങ്ങാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ പുലർച്ചെ ഇയാളുടെ മൂന്നിയൂരിൽ വെച്ച് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന് പിന്നാലെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിശദമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും മറ്റു നടപടിയിലേക്ക് സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരങ്ങൾ പലർക്കും അതിനെ നടക്കുന്നുണ്ട്. ഒരു നാഥനില്ലാത്ത ഇടമായി സോഷ്യൽ മീഡിയ പലപ്പോഴും മാറുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും എന്ത് പറയാമെന്നുള്ളൊരു തോന്നൽ ഇത്തരത്തിലുള്ള പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ കൃത്യമായ മറുപടിയാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഇടമല്ല സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഈ നടപടി സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠനാർക്കെതിരെയുള്ള കുടുംബത്തിനുമെതിരെയുള്ള അധിക്ഷേപത്തിലാണ് നിലവിൽ ഇയാളുടെ അറസ്റ്റിലേക്ക് അടക്കം പോലീസ് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ നിരന്തരം ഇങ്ങനെ അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എത്ര കാലമായി ഇയാൾ ഇത് തുടങ്ങിയിട്ട് നമുക്കെതിരായ അധിക്ഷേപം? സമീർ, അനുജ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇയാൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാരണം ഇയാളുടെ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളായിരിക്കും വ്യക്തമാവുക. കാരണം പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലുമായി പല തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസിന് കൂടുതൽ തെളിവുകളും അതോടൊപ്പം തന്നെ മറ്റു ആർക്കെങ്കിലും എതിരെ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വളരെ കൃത്യമായി തന്നെ വ്യക്തമാകും. സ്വാഭാവികമായും ഈ IT വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കും. ഇതോടുകൂടെ എന്തെങ്കിലും ഡാറ്റകൾ നീക്കം ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നേരത്തെ ഇട്ട പല പോസ്റ്റുകളും ഇത്തരത്തിൽ വിഷയമാകുന്ന ഘട്ടത്തിൽ നീക്കം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകൾ ഇയാളിൽ നിന്നും ആർക്കെങ്കിലും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സ്വാഭാവികമായും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ദുരുപയോഗം, ഒപ്പം തന്നെ 24ന്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരങ്ങൾ നടത്തുകയും സ്ത്രീകൾ അപമാനിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മുഖമില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ നിരവധിയാണ് ഈ സോഷ്യൽ മീഡിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്ക് ഈ ഒരു നടപടി എന്നുള്ളത് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ഏതായാലും ഇന്ന് പുലർച്ചയോട് കൂടിയാണ് മൂന്നിയൂർ സ്വദേശി റഷീദിനെ പോലീസ് കസ്റ്റഡിയിൽ
എടുത്തിരിക്കുന്നത്. പുലർച്ചെ 3 വെച്ച് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് അതിവേഗം തന്നെ കടക്കാൻ തന്നെയാണ് തീരുമാനം. സ്വാഭാവികമായും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ സ്റ്റേഷനിൽ നടക്കുന്നത്. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും മറ്റുള്ള പരിശോധനയും എല്ലാം തന്നെ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് DGPക്ക് 24 പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് മലപ്പുറം മുന്നിയൂർ സ്വദേശി റഷീദ് ചെമ്പനെ തിരൂരങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം അറസ്റ്റ് ഉണ്ടാകും.